ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. സർക്കാർ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് VS ആവശ്യപ്പെട്ടു. ഏത് അന്വേഷണവും വരട്ടെ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും പ്രതികരണം. ഒരു തവണ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച കേസിൽ ബിജു രമേശിന് പുതിയ വിവരങ്ങൾ നൽകാനുണ്ടെങ്കിൽ തുടരന്വേഷണം പരിഗണിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തി 2 വർഷങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഈ വെളിപ്പെടുത്തൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണ ഏജൻസിയാണ് പരിശോധിക്കേണ്ടത്. നിഷ്പക്ഷ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്ന് VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. അത് ഗവൺമെന്റ് അന്വേഷിച്ച് ആവശ്യമായ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഒരു സ്പെഷ്യൽ ടീമിനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഫലപ്രദമായ അന്വേഷണം നടത്തി ഈ ആരോപണത്തിൻ്റെ നിജസ്ഥിതി കണ്ടെത്തി ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെടേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. പുറത്തു വന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് VM സുധീരൻ. കുടുംബാംഗങ്ങൾക്ക് കൂടി സ്വീകാര്യമായ അന്വേഷണം വേണം. അച്യുതാനന്ദ സ്വാമിയുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് കൂടി സ്വീകാര്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഉണ്ടാകേണ്ടത്. അന്വേഷണം വരുന്നതാണ് നല്ലത്. കാരണം സത്യം പുറത്തു വന്നേ മതിയാവും. ഏത് അന്വേഷണവും നേരിടാമെന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. CBI അന്വേഷണത്തിന് കത്ത് കൊടുക്കാനും തയ്യാർ. ഹൈക്കോടതിയിൽ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കേസ് കൊടുക്കാം. ഇവരാരും കൊടുക്കണ്ട, ഇവർ കൊടുക്കും എന്ന് പറഞ്ഞു നടക്കുന്നല്ലേ ഉള്ളൂ. ഇത് അന്വേഷണം നടന്ന് ക്ലോസ് ചെയ്തല്ലേ, ഞാൻ തന്നെ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ബിജു രമേശ് പറഞ്ഞ പ്രിയനെ തനിക്ക് അറിയില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ബിജുവിനെതിരെ നിയമ നടപടി എടുക്കുന്നത് ആലോചിക്കും. ഈ ശാസ്ത്രാനന്ദ സ്വാമിയുടെ സമാധിയായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടത്തുന്നതിന് ഞാനെതിരല്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.